മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. ഭരണമാറ്റം മാത്രമല്ല, കേരളത്തിന്റെ പുരോഗമനപരമായ മാറ്റമാണ് UDF ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് കയ്പമംഗലത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെന്റിലേറ്ററിൽ കിടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യമേഖലയ്ക്ക് പുനർജീവൻ നൽകും. ചികിത്സാ ചെലവ് പകുതിയാക്കി കുറയ്ക്കുകയും ആരോഗ്യമേഖലയിലെ വിദഗ്ധരുടെ സഹകരണത്തോടെ കേരളത്തെ ആരോഗ്യ ആഗോള ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യും. പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിന്റെ ഖജനാവ് മികച്ച സാമ്പത്തിക നയത്തിലൂടെ UDF സർക്കാർ പണം കൊണ്ട് നിറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 6 ലക്ഷം കോടിയിലേറെ രൂപയുടെ കടമാണ് കേരള ജനതയ്ക്ക് 10 വർഷത്തെ LDFന്റെ സമ്മാനം. ഈ ദുസ്ഥിതിയിൽ നിന്നുള്ള മോചനമാണ് പുതുയുഗയാത്രയുടെ സന്ദേശമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എല്ലാം തകർത്തു. സപ്ലൈകോ തകർത്തു. KSCB 50,000 കോടി കടമായി. ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ലക്ഷം കോടി കടമായി. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. KSRTC തകർത്തു. ക്ഷേമനിധികൾ തകർത്തു. എല്ലായിടത്തും ബാധ്യതകളുടെ കൂമ്പാരം. നമ്മുടെ പ്രശ്നം നമ്മൾ ഇനി വെറും പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ്. എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം നമുക്ക് വിജയിക്കും. എവിടെയെല്ലാം ഈ സംസ്ഥാനത്തെ അവർ തകർത്തു തരിപ്പണമാക്കി അവിടെയെല്ലാം കേരളത്തെ നമുക്ക് പുനർജനിപ്പിക്കണം. അതാണ് നമ്മുടെ വെല്ലുവിളി. ഞാൻ നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലമായി കഠിനാധ്വാനം നടത്തി ഗവേഷണ തുല്യമായ ഗൃഹപാഠം ചെയ്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി ആലോചിച്ചു ഈ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഒരിക്കലും ഒരു മുന്നണിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ചെയ്യാത്ത തയ്യാറെടുപ്പോടുകൂടി സർവസന്നാഹത്തോടുകൂടി എല്ലാത്തിനും ബദൽ പരിപാടികളുമായിട്ടാണ് UDF വരുന്നത്. ഇവർ തകർത്തെറിഞ്ഞ സമ്പദ് വ്യവസ്ഥ നമ്മൾ പുനരുജ്ജീവിപ്പിക്കും. നമുക്കതിന് പരിപാടികളുണ്ട്. കൃത്യമായ ധനകാര്യ മാനേജ്മെന്റ്, നമുക്ക് തന്ത്രപൂർവമായ നികുതി ഭരണം, ഖജനാവിന്റെ ചോർച്ച അടയ്ക്കാൻ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ, സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ നിരവധി പദ്ധതികൾ. നമ്മളിപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിലെ ഖജനാവ് പണം കൊണ്ട് നിറയ്ക്കും. പണം കൊണ്ട്. അതാണ് ഒരു ഗവൺമെന്റിന്റെ ആദ്യത്തെ ജോലി, പ്രൈം ഡ്യൂട്ടി. അതാണ്. പണം ഉണ്ടാക്കാതെ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് വെച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയാൽ എന്ത് വിശ്വാസ്യത? പണമുണ്ടാകണം. സർക്കാർ പണമുണ്ടാക്കണം. പണമുണ്ടാക്കിയാൽ ഒരു വാക്കാണ്. എന്താ വാക്ക്? സാധാരണക്കാരനെയും പാവപ്പെട്ടവരെയും ഇടത്തരക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ കണ്ണീരൊപ്പി, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റി. തൃശ്ശൂർ ജയിച്ചവരുടെ പേര് നോക്കണ്ടേ? എറണാകുളത്ത് ജയിച്ചവരുടെ പേര് നോക്കണ്ടേ? അങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ ഒരു മന്ത്രി കമ്മ്യൂണിസ്റ്റ്. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഇരിക്കുക. UDFിലാണെങ്കിൽ ചെവിക്ക് പിടിച്ച് 24 വഴിയമ്പലത്ത് നിന്ന് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചത്. നമ്മുടെ പ്രിയങ്കരനായ ജാഥാ ക്യാപ്റ്റൻ അടുത്തേക്ക് കടന്നിരിക്കണം. ആവശ്യത്തിലുള്ള കസേരകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൈവേയിൽ നിന്നും മെയിൻ റോഡിൽ നിന്നും എല്ലാവരും അകത്തേക്ക് കടന്നിരിക്കണം. തുടർന്ന് കയ്പമംഗലം ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ സമ്മേളനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബെഹനാൻ MP, AICC ജനറൽ സെക്രട്ടറി TN പ്രതാപൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BRM ഷഫീർ,
സോണിയ ഗിരി, MK അബ്ദുൽ സലാം, UDF നിയോജക മണ്ഡലം ചെയർമാൻ SA സിദ്ദീഖ്, കൺവീനർ PS മുജീബ് റഹ്മാൻ, DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, TM നാസർ, PMA ജബ്ബാർ, CC ബാബുരാജ്, KF ഡൊമിനിക്, അഡ്വക്കേറ്റ് PH മഹേഷ്, PK ഷംസുദ്ദീൻ, സജയ് വയനപ്പള്ളി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി CA അബ്ദുൾ ജലീൽ, RSP നേതാവ് MP ജോബി, കേരള കോൺഗ്രസ് നേതാവ് ഇസ്മായിൽ, സെയ്ദ് മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സുനിൽ P മേനോൻ, PB മൊയ്തു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം, KSU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ്, കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ KA അഫ്സൽ, ഇസ്ഹാഖ് ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ, അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നില്ല. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി. അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം, അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.